സ്നേഹാർ നായർ, നസ്രിയ നസീമും ബേസിൽ ജോസഫും പിന്നെ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ മൂവിയുടെ ക്രൂ ഒക്കെ ഉള്ള ഇന്റർവ്യൂസ് കണ്ടോ? അത് യൂട്യൂബിൽ ഫുൾ അതന്നെ ഉള്ളൂ. എവിടെ തുറന്നാലും നസ്രിയും ബേസിലും തമ്മിലുള്ള ക്യൂട്ട്നെസ് കോംബോ. അത് മാത്രല്ല, അതെന്താ വെച്ചാല് എനിക്കൊന്നും ഒരു ദിവസമാണോ ഇന്റർവ്യൂ കൊടുത്തെന്ന് അറിയില്ല. തന്നെയാണ് പടത്തിന് വേണ്ടിയിട്ട് ഇവര് പ്രൊമോഷന് വേണ്ടി അവർ അഭിനയിച്ച പടത്തിന്റെ പ്രൊമോഷൻ വേണ്ടിട്ട് അവർ കുറച്ച് ദിവസം മാറ്റി വെക്കും. ആ 2-3 ദിവസം കൊണ്ട് ഓൺലൈൻ മീഡിയാസ് മാക്സിമം എന്ത് ചെയ്യണം, എന്നിട്ട് എഡിറ്റ് ചെയ്തെല്ലാം ഇറങ്ങിയത് ഒറ്റ ദിവസമാണ്. അതങ്ങനെയാണ്. അതിന്റെ PR ടീം എന്ത് ചെയ്യും, ഒറ്റ ദിവസം കൊണ്ട്. അപ്പൊ അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും വീഡിയോസ് കാണുന്നത്. ഇപ്പൊ എവിടെ നോക്കിയാലും ഒരു വരാൻ പോകുന്ന 22-ാം തീയതി ഇറങ്ങാൻ പോകുന്ന കുറെ സിനിമകളുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രൊമോഷണൽ ഇന്റർവ്യൂസ് വരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ മൂവിന്റെ ആണ്. ആൻഡ് ഈ പ്രൊമോഷനിലും അവര് കോംബോ പിടിച്ചിട്ടുണ്ട്. നസ്രിയ ബേസിൽ തഗ് കോംബോ. നസ്രിയ ക്യൂട്ട്നെസ് ഓവർലോഡാണ്. ക്യൂട്ട്നെസ് എന്നാണ് ഇപ്പൊ നാട്ടിൽ നസ്രിയന്റെ ഈ ക്യൂട്ട്നെസ്സിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണ രീതിയിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാതെ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂസും കാര്യങ്ങളും വരും. ചിലത് കോൺട്രവേഴ്ഷ്യൽ ആവും, ചിലത് ഫണ്ണായിരിക്കും. ഇപ്പൊ ധ്യാന്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിനിമയേക്കാൾ കൂടുതൽ ധ്യാന്റെ ഇന്റർവ്യൂ കണ്ടിരിക്കുന്ന ഫണ്ണാണ്. അതെ, സിനിമയിലൊന്നുമില്ലെങ്കിലും ഷൈൻ ടോം ചാക്കോന്റെ ക്രിഞ്ചാണ്. സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിലിവര് പടത്തിന്റെ ആ ഒരു പെയറിങ് പോലെ തന്നെ ഇന്റർവ്യൂല് നസ്രിയും ബേസിലും തമ്മിലുള്ള തഗ്, ക്രിഞ്ച്, ചൂട്ട് എല്ലാം പിടിക്കാൻ നോക്കി. പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ സത്യം പറഞ്ഞ പടത്തിന്റെ കുറെ എലമെന്റ്സ് കേൾക്കാലോ എന്ന് വിചാരിച്ച് പോയിരിക്കുമ്പോ എവിടേക്കോ എനിക്ക് ബേസിൽ ഒന്നിങ്ങനെ ഓക്കെയാണ്. ബേസിൽ ഒരു ലൈന് പിടിക്കുന്നുണ്ട്. നസ്രിയ ഈസ് ലൈക്ക് അൺസൈക്കബിൾ. സഹിക്കാൻ പറ്റുന്നില്ല നസ്രിയനെ ചില ടൈമിലൊക്കെ. സംഗതി ശരിയാണ്. ചില ടൈമിൽ അത് മുന്നത്തെ ഇന്റർവ്യൂ ഒക്കെ നോക്കുമ്പോ അന്ന് ചെറിയ കുട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ നല്ല ഒതുങ്ങി മെച്ചൂർഡായിട്ട് സംസാരിച്ച് വിചാരിക്കുക. ഒതുക്കൊക്കെ വിട്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കുറച്ച് കാലം മുന്നേ ആവുമ്പോ ആ ഒരു അപ്പോഴും നല്ല മെച്ചൂർഡായിട്ട് സംസാരിച്ച ആള് കുറച്ച് വയസ്സ് കൂടിയപ്പോ മെച്ചൂരിറ്റി കുറഞ്ഞ രീതിയിൽ സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. സ്നേഹന്റെ പെർസ്പെക്റ്റീവ് എനിക്ക് തോന്നിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓവറാക്കി ചളാക്കി കഴിഞ്ഞ് ഇന്റർവ്യൂ 10 ആള് കാണുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നസ്രിയന്റെ ഭാഗത്തുനിന്ന്. പിന്നെ കുറെ എണ്ണം ഉണ്ട് നസ്രിയന്റെ ഡ്രസ്സിനെ കുറിച്ചിട്ടും. കാല് കാണിച്ചു, തൊട കാണിച്ചു, തല മറച്ച നസ്രിയ. അതൊന്നും വായിച്ചാ റമദാൻ മാസത്തിൽ ടിവിയിലൂടെ വന്ന ദീൻ പഠിപ്പിച്ചു കൊടുത്ത പെണ്ണിന്റെ ഇന്നത്തെ അവസ്ഥ എത്ര പരിതാപകരം. അല്ലാഹുവിന്റെ ദുനിയാവിൽ അല്പം നക്കാപ്പിച്ചയുടെ സുഖങ്ങൾ കണ്ടപ്പോൾ കണ്ണു മഞ്ഞളിച്ച് കിളി പോയ പെണ്ണ്. മുസ്ലിമായി ജനിക്കുക എന്നതിനേക്കാൾ വലിയ ഭാഗ്യം മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ കഴിയുക എന്നത് തന്നെയാണ്. ഇങ്ങനത്തെ അതിനോട് നമ്മൾ യോജിക്കില്ല. മതം തിന്നുന്ന ഇങ്ങനത്തെ കുറെ കമന്റുകളുണ്ട്. ഒരു പാന്റ് വാങ്ങാൻ പൈസ ഇല്ല ഇവർക്ക്, അല്ലെങ്കിൽ ഇവളുടെ കെട്ടിയോന്. നസ്രിയക്ക് തുണി അലർജി ആണോ? മുട്ടിന് താഴോട്ട് ബോറാണ് കേട്ടോ. ബേസിൽ ഇത്രയും മതപതിക്കരുത്. എന്താണ് പറയുന്നത്? കൂട്ടത്തിൽ വിഡ്ഢിച്ചിരി വേണ്ടിട്ട് പോയി രണ്ടും കൂടി. അപ്പൊ നമുക്ക് അവര് പറയുന്നത് അല്ലെങ്കിൽ അവര് വെറുപ്പിക്കലിന്റെ ഒക്കെ സ്കീമുകൾ പറയാം. അവര് എന്ത് ഇടണം വേണ്ടെന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അവരുടെ ഇഷ്ടം. അത് ആ ഡ്രസ് നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാ ഡ്രസ്സിലും. അതിനകത്ത് കയറി നിന്നിട്ട് മതം വിളമ്പി കിതാബിന്റെ നടുപ്പേജാവാൻ നോക്കുന്ന മഹാന്മാരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ, കാലം എന്തൊരു ബോറാണ്. കാലം നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല നോക്കിയിട്ട് എല്ലാം ഇറക്കിയിട്ട് പിന്നെ പോയിട്ട് പിന്നെ കുറെ സ്ത്രീകളുണ്ട്, അവരെ കൊണ്ട് ഇടാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് ഇടാൻ സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാവില്ല. ബാക്കിയുള്ളവർ നിങ്ങൾക്ക് ഇത്ര വലിയ കടി എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ എലമെന്റ്സ് ഒക്കെ മാറ്റി വയ്ക്കട്ടെ. അല്ലാതെ കമന്റ് ബോക്സിലൂടെ നമുക്ക് പോകുമ്പോ കാണാൻ പറ്റുന്ന നോർമൽ സാധനങ്ങൾ തൂറി എറിയുകയാണ്. ഇവൾക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ. ഈ കോപ്പൻ എന്തിനാ കിളിക്കുന്ന എപ്പോഴും എന്തൊരു വെറുപ്പീരാണ്. കഷ്ടം. നസ്രിയെ കുറച്ച് ഇഷ്ടമുണ്ടായിരുന്നു. ഇന്റർവ്യൂ കണ്ടവർ അത് പോയി കിട്ടി. ഓവർ വെറുപ്പിച്ച് ഒരു കാര്യമില്ലാതെ ഇളിച്ചു നിൽക്കണ പോലെ വയ്ക്കണം. എന്തൊരു കൊഞ്ചലും കുഴയിലും. ഇവർ രണ്ടുപേരും ബോറാവുന്നു. നസ്രിയ പണ്ടേ ബോറായതാണ് ഈ കൊഞ്ചൽ കാരണം. ആ കൂടെ ഇപ്പോൾ ബേസിൽ ഇത്രമാത്രം അധപതിക്കാമോ എന്ന് ചിന്തിക്കണം പൊതു ഇടത്തിൽ. എന്തിനിങ്ങനെ ഒരു പൊട്ടനെ പോലെ ബാലിശമായി എന്തിനും ചിരി വരാഞ്ഞിട്ടും വരുത്തി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂൾ കുട്ടികൾ പോലും ഇതിനും അന്തസ്സും പക്വതയും കാണിക്കും. 26-ാം വയസ്സിൽ സൂപ്പർ സ്റ്റാറായ മോഹൻലാൽ സ്വകാര്യ ഇടങ്ങളിൽ ഇയാളുടെ 100 മടങ്ങ് കുസൃതിയും കളിച്ചിരിയും വിളച്ചിലും തമാശകളുമുള്ള ആളായിരുന്നിട്ടും ഒരിക്കൽ പോലും ഒരു പൊതു ഇടത്ത് ഇങ്ങനെ ബോധമില്ലാതെ പെരുമാറിയിട്ടില്ല. മോഹൻലാൽ മാത്രമല്ല, മലയാള സിനിമയിൽ ആരും തന്നെ. ഹാസ്യ നടന്മാർ പോലും ഒരിക്കലും ഇത്രയും നിലവിട്ട് പൊതു ഇടങ്ങളിൽ പെരുമാറിയതായി കണ്ടിട്ടില്ല. ഇയാൾ ഒരു പുരോഹിതന്റെ മകനാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് കഷ്ടം തോന്നുന്നു. ഇവർക്കൊക്കെ ആരാധകരും. ഞാൻ ഒരു കാര്യം പറയാം. ഇതില് ഇവര് ഫണ്ണാണ്, ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അതൊക്കെ ആണ് നമുക്കും അറിയാലോ. നമുക്കും ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളും എങ്ങനെ സംസാരിക്കുന്നു, ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. നമ്മൾ ഇതിനേക്കാളും ബോറാണ് നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങള്. പക്ഷെ ഇതിപ്പോ ഒരു
പ്രൊമോഷന് വേണ്ടി ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ വളരെ ക്രിഞ്ച് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന എലമെന്റുകൾ അതാണ് നാട്ടുകാർക്ക് ശരിക്കും എന്ത് ചെയ്തത് ബോറിംഗ് ആയിട്ട് തോന്നി. ഇപ്പോൾ ഈ പറഞ്ഞ ബേസിൽ തന്നെ ടൊവിനോന്റെ ഒപ്പം വരുമ്പോ ബേസിൽ ധ്യാന്റെ ഒപ്പം വരുമ്പോ അങ്ങനത്തെ കോമ്പോയിൽ ഒന്നും എന്തില്ല, ഇത്രത്തോളം ഒരു ഹെയ്റ്റ് ബേസിലും കിട്ടിയിട്ടില്ല. ഇതെനിക്ക് തോന്നുന്നു നസ്രിയ വാസ് ലൈക്ക് എന്താ പറയാ ഫുൾ ഓൺ അങ്ങോട്ട് കേറി അടിക്കുകയാണ്. ബേസിന് ചില സമയത്ത് ബേസിന്റെ ഫേസ് തന്നെ ഉണ്ട്, വേണ്ടിയിരുന്നില്ല പുല്ല്. ബേസിൽ പറയുന്നുണ്ട്, പക്ഷെ ആ ഒരു ഇന്റർവ്യൂ എന്നുള്ളൊരു സാധനം മനസ്സിലുള്ളതുകൊണ്ടാണ് ബേസിലൊന്നും മിണ്ടാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇവിടെ ഒരു വീഡിയോ ഉള്ളത് എണീച്ചു അതുവഴി വിട്ടോ, അതുവഴി നീ വിട്ടോ. ആവശ്യം ഇവിടെ വരുന്നില്ല, പൊക്കോ നീ വിട്ടോ. ഇതിനെ കുറിച്ച് ആവശ്യമില്ലാതെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. നീ മര്യാദക്ക് പ്രിപ്പയർ ചെയ്തോ എന്നെ കുറിച്ച് പറയാൻ. കിട്ടിയ ചാൻസ് ഒക്കെ മോൻ നസ്രിയുടെ റൗണ്ടാ. നീ കേട്ടാ നിന്റെ കണ്ണ് നിറഞ്ഞു പോകും. എങ്ങനെ ഞാൻ കൺട്രോൾ ചെയ്ത് കുറ്റം പറയാതിരുന്നു അതെന്താന്നറിയില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അടിയില്, ഭൂമിയുടെ അടിയില. മുടി കളർ മാറ്റിയാ? അല്ല, മുടി വെട്ടി. ആ കൊള്ളാം, കുറച്ച് മെനുണ്ട് കാണാൻ. പ്രായം ഒന്നും അങ്ങനൊന്നും പറയില്ലേ. ഇവിടെ സംഗതി ഫ്രണ്ട്സ് വൈബിൽ പറയുന്നതായിരിക്കാം, പക്ഷെ ഭയങ്കര ഓക്വേർഡ് ഫീലിംഗ് കണ്ടിട്ട്. അല്ല, ഞാൻ പറഞ്ഞ ബേസിൽ മുഖം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി, നമുക്ക് തോന്നിയ കാര്യം കേട്ടോ. പക്ഷെ അതാ അവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കാണൂല, പ്രേക്ഷകർക്ക് തോന്നുമ്പോ ഇങ്ങനെ തോന്നി. പിന്നെ ഇവിടെ ഒരു പ്രായത്തിന്റെ കാര്യം പറയുന്നുണ്ട്. മറ്റേ ഇതേ പ്രായത്തിന്റെ സീനിന് നസ്രിയക്ക് പൊള്ളി ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഷാജി പാപ്പന്റെ ഒരു ഇന്റർവ്യൂല് ഒരു ആങ്കർ അവര് നസ്രിയ ചേച്ചി എന്ന് പറഞ്ഞ് നസ്രിയനെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കംപ്ലീറ്റ്ലി ആ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ടൈമില്. കാരണം അവരൊപ്പം ഇരിക്കുന്ന കാസ്റ്റിനെയും ബാക്കി കോ കാസ്റ്റിനെയും ഒക്കെ അവർ ചേച്ചി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആ ആങ്കർ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ വന്ന് ഒരു ലേഡി പറഞ്ഞു ചേച്ചി എന്ന് വിളിക്കണ്ട. അപ്പൊ നസ്രിയക്ക് ഒരു സ്പോട്ട് കിട്ടി, നസ്രിയ കയറി അടിക്കുന്ന അടി. ഇവിടെ ബേസിലിനെ മറ്റേ പ്രായം കുറഞ്ഞു എന്നുള്ളൊരു സാധനം അടിച്ചിട്ട് അപ്പുറത്ത് കണ്ടോട്ടോ നസ്രിയക്ക് പൊള്ളിയൊരു സംഗതി ഉണ്ട്. ബേസിലേട്ടന്റെ കുറച്ച് റൊമാൻറ്റിക് എക്സ്പ്രഷൻസും നസ്രിയ ചേച്ചിയുടെ ക്യൂട്ട്നെസ് എക്സ്പ്രഷൻസും അതൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നു? എന്താ പറഞ്ഞത്? ചേച്ചിയുടെ എക്സ്പ്രഷൻസും ക്യൂട്ട്നെസ്സും ഇവൻ കേട്ടിട്ടില്ലോ. ഇവൻ ചില സമയത്ത് ഇതൊക്കെ പറയൂലേ ഹീൽസ്. അപ്പം ഞാൻ ഇന്നലെ ഒരു ബന്ധമില്ലാത്ത ആൻസർ ഒക്കെ പറയാം. ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഇത് പക്ഷേ ഇല്ലേ ചേച്ചി ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ ഇതിന് മുന്നേ 2 ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഭയങ്കര എന്റെ തലയിലേക്ക് ഇത് ഫാനൊന്നും ഇത് എന്തോ പണി തരാൻ വന്നതാന്ന് എനിക്ക്. പണ്ടൊക്കെ ബേസിൽ ചേട്ടൻ മര്യാദക്ക് ഇരുന്ന് സംസാരിക്കായിരുന്നു. ചേച്ചി വന്നതിന് ശേഷമാണ് കുറച്ചു മുമ്പ് എന്നെ വെട്ടി കട്ട് ചെയ്ത് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു. ആക്ച്വലി എന്റെ ഫാനാണ്. റോ ഏജന്റ് ആയിരുന്നു. കേക്കോ മെറിൻ ചേച്ചിന്ന് വിളിക്കണ്ട, കുറച്ച് പ്രായം കൂടുന്നതല്ലേ മെറിൻ വിളിച്ചാൽ. ഓ ഈ ഇന്നത്തെ ഇതില് എനിക്ക് എന്നെ മറ്റേ എന്തോ കിളവിയാക്കി വെച്ചിരിക്കുക. ഇതിലും കൂടുതൽ പ്രായം ആർക്കും ഇന്ന്. നസ്രിയ ചേച്ചി ഇവിടെ ഇരിക്കുമ്പോ നീ ചേച്ചിയല്ല, കുഴപ്പമില്ല. പറഞ്ഞു മുത്തപ്പ. അതെ, മെറിൻ തന്നെ വിളിക്കാം. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ് പക്ഷെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് മെറിൻ എന്നാണ്. സത്യമായിട്ട് എനിക്കത് അറിയില്ലായിരുന്നു. ഇത്രയും കണ്ടിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങക്ക് തോന്നുന്നു. വളരെ സിമ്പിൾ ആയിട്ട് സംഗതി നസ്രിയക്ക് അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ആ ഇന്റർവ്യൂ മൊത്തത്തിൽ കണ്ടതാ. നസ്രിയക്ക് അത്യാവശ്യത്തിലധികം ആ ഒരു സാധനം കൊണ്ടുവരണം. നസ്രിയ ചേച്ചി എന്ന് വിളിച്ചോ കൊണ്ടുവരണമായിരുന്നു. അപ്പൊ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. എവിടെയെങ്കിലും കിട്ടി അടിക്കാതെ ആങ്കറിനിട്ട് അടിക്കാതെ. ആങ്കറിനിട്ട് അതിൽ കുറച്ചൊക്കെ കൊട്ടുന്നുണ്ട് ഇവര്. അല്ല, എല്ലാ ഇന്റർവ്യൂലും ആങ്കറിനിട്ട് നല്ല പറയുന്നുണ്ട്. അത് എനിക്ക് എല്ലാ ഇന്റർവ്യൂസിനും ആങ്കറിന് കിട്ടുന്നുണ്ട്. ഇത് കുറച്ച് കൂടുതൽ കിട്ടി. അതായത് ബേസിക്കലി ഇത് സിനിമേന്റെ പ്രൊമോഷന് വേണ്ടി വന്നിരിക്കുമ്പോ ബേസിലും നസ്രിയും മാത്രം സംസാരിക്കും, ഞങ്ങളെ തഗ്ഗുകൾ മാത്രം പുറത്തു വന്നാൽ മതി. അല്ല, ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ബാക്കിയുള്ളവരെ വിളിച്ചെത്തിയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നില്ല. അവരോട് ചോദിക്കുമ്പോഴും നസ്രിയാണ് ഉത്തരം പറയുന്നത്. ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസ്രിയന്റെയും ഈ പറഞ്ഞ ബേസിലിന്റെയും ബൈറ്റ്സ് ആണ്. കൂടുതൽ ക്യാമറ അവിടെ വെക്കും, കൂടുതൽ ചോദ്യങ്ങൾ അങ്ങോട്ട് പോകും. ഓബിയസ്. പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് ലൈൻ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നസ്രിയ എന്ന് പറഞ്ഞ ആൾക്ക് ഞാൻ ഹോണസ്റ്റ് നോട്ട് പറയാം, എനിക്ക് തോന്നുന്നത് നസ്രിയ എന്ന് പറഞ്ഞൊരു പണ്ട് വന്നിരിക്കുമ്പോൾ നസ്രിയ
ആൻഡ് ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ എലിമെന്റ് കൂടി എന്തുണ്ട് ഉണ്ട്. ഇവിടെ ഒരു ഇമ്പാക്ട് വരുന്നുണ്ട്. കാരണം നസ്രിയന്റെ അടുത്ത് ഫഹദിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും കൂടി ചോദിക്കുന്നുണ്ട്. അവർക്ക് അതും കൂടി കിട്ടുന്നുണ്ട്. അതായത് പുഷ്പ 2 വരാൻ പോകുന്നു. സോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു എക്സ്ട്രാ റെസ്പെക്റ്റും ഒരു എക്സ്ട്രാ കെയറും ആർക്ക് ഇടുന്നുണ്ട്. നസ്രിയക്ക് പോകുന്നുണ്ട്. നസ്രിയ നല്ല രീതിയിലാണ് പണ്ടത്തേലാണെങ്കില് നല്ല മെച്ചൂർഡ് ആയിരുന്നു. അത് മെച്ചൂരിറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. നല്ല ഇങ്ങനെ പാകത്തിലാണ് സംസാരിച്ചത്. നല്ല അപ്പൊ എനിക്ക് ഒന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് എന്താ തോന്നുന്നത്, നസ്രിയ ഭയങ്കര ജാടയാണ്, അങ്ങനെയാണ്. ഇത് ജാടയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ, അത് ഞാൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും എന്നുള്ളത് കാണിക്കാനാണോ എന്താണെന്ന് മനസ്സിലായി. പക്ഷെ ഇതൊരു ടിവിന്റെ മുന്നിൽ ചാനലിന്റെ മുന്നിലാകുമ്പോ എനിക്ക് അത്ര സുഖം തോന്നിയില്ല. കുറെ സുഖമല്ല, ലൈക്ക് ഫൈനാണ്. അവരുടെ നാച്ചുറൽ ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഇത് നാച്ചുറലും ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് തോന്നുവടി. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് തോന്നുന്നു പറയാൻ കാരണം നസ്രീനെ നമ്മള് ചെറുപ്പം മുതൽ കാണുന്ന അല്ലേ, ഇന്റർവ്യൂ, സിനിമ, അവരുടെ TV ഷോ, കുറെ കാര്യങ്ങൾ നമ്മൾ കാണുന്ന. സോ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ ചേഞ്ച് വരുമ്പോ നമ്മളാണെങ്കിലും നമ്മുടെ പ്രൈവറ്റ് ഏരിയകളിൽ നമ്മൾ ഇതിനേക്കാളും തഗ്ഗുകളും അതിനേക്കാളും കൂടുതൽ പറയുമല്ലോ. പക്ഷെ നമ്മള് ചാനലിന് മുന്നിൽ വരുമ്പോ നമ്മള് അല്ല ചാനലിന് മുന്നിൽ ആയിക്കോട്ടെ, അതും സമ്മതിച്ചു. പക്ഷെ അതിനാടകീയത ഫീൽ ചെയ്യാൻ പാടില്ലല്ലോ. മനസ്സിലായോ? അവിടെയാണ് ആർട്ടിഫിഷ്യാലിറ്റി. കാരണം അത് ഫീൽ ചെയ്യുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നാൻ കാരണം, ബേസിൽ എന്ന് പറഞ്ഞ വ്യക്തി സാധാരണ ആരുടെ ഒപ്പം കോംബോ അടിച്ചു വരുമ്പോഴും ഭയങ്കര രസമായിട്ട് ഭയങ്കര നമുക്ക് ബേസിലിനെ ക്രിഞ്ച് തോന്നാറില്ല. ഇത് ബേസിലിനെ വരെ ക്രിഞ്ച് തോന്നിക്കുന്ന ആ സമയത്താണെങ്കിലും ബേസിൽ അങ്ങനെ ഓവർ ഒന്നായിട്ട് പറയില്ല. പക്ഷെ ഇതില് സംസാരിക്കാനുള്ള സമയമൊന്നുമില്ല. ഇതില് ഫുള്ള് തഗ്ഗടിക്കണം എന്നല്ലോ ഉള്ള ചിന്തകൾ മാത്രം കൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞിരിക്കുന്നു. ഇനി നസ്രിയ ചേച്ചി ബേസിലേട്ടനായിട്ട് ആൻസേഴ്സ് പറയാം. ഓക്കെ, ട്രൈ ചെയ്യാലോ. സിനിമ സംവിധാനവും അഭിനയവും ഇത് രണ്ടും എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്? ഞാൻ മാനേജ് ചെയ്യുന്നില്ലല്ലോ. ഞാനിപ്പോ കുറെ കാലമായിട്ട് ഡയറക്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പം എനിക്ക് മാനേജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആക്ടറായിട്ട് മാത്രമാണ് ഞാനിപ്പോ ജീവിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഒട്ടും മാനേജ് ചെയ്യുന്നില്ല. ഇനി ഉടനെ തന്നെ ഒരു അടുത്ത പടം തമാശയാണ്. ഉടനെ തന്നെ അടുത്ത പടം നമുക്ക് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കണ്ട. അഭിനയിക്കുന്ന പടങ്ങളുണ്ട്. ഹിന്ദിയിൽ ഇപ്പൊ ഒരെണ്ണം ഡയറക്ട് ചെയ്യാൻ പോകും. ഞാൻ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുന്നു. രണ്ടും കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര ദേഷ്യമൊന്നുമില്ല ഞാൻ ഉത്തരം പറയാം. ഇങ്ങനെ വേണം, കണ്ടോ? നിനക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം. അപ്പുറത്തെങ്ങനെ മാറി അല്ലാതെ ഇന്റർവ്യൂ ഓക്കെ. ഇത് ബേസിലായിട്ട് നസ്രിയ ആൻസർ കൊടുക്കുന്നത്. ബേസിലായിട്ട് നസ്രിയന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആങ്കർ ബേസിൽ എങ്ങനെ റിപ്ലൈ ചെയ്യുന്നു അതുപോലെ നസ്രിയ ചെയ്തു എന്നുള്ളതാണ് ഇപ്പൊ കണ്ടത്. ഇവിടെ അപാരമായിട്ടുള്ള ശോകമായിരുന്നു അത്. അല്ല, എനിക്ക് കൂടുതൽ ഇന്റർവ്യൂവിൽ എന്താ തോന്നിയോ, നസ്രിയ കുറച്ച് ഓവർ ഡോമിനന്റ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാത്തിന്റെ ഇടയിൽ വെച്ചിട്ട് ഞാനാണ് ഭയങ്കര ഡോമിനന്റ് ആയിട്ടുള്ള ആള്, ഞാൻ തന്നെ സംസാരിക്കണം, ഞാൻ എന്റെ ബാക്കിയുള്ളവർ ഞാൻ തരം താഴ്ത്തും. ഒരു അഹങ്കാര ഫീൽ എനിക്ക് രച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഒരു ബോഡി ലാംഗ്വേജിൽ ഒരു എന്തൊക്കെയുള്ള പോലെ തോന്നി. ബേസിലിനെ ഇല്ലാതാക്കി കളഞ്ഞു, ലിറ്ററലി ഇല്ലാതാക്കി കളഞ്ഞു ബേസിലിനെ. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഇന്റർവ്യൂല് എനിക്ക് തോന്നുന്നത് ആങ്കറിനെ അത്രയ്ക്കും കൊണ്ട് പറ്റിയിട്ടില്ല അവർക്ക്. ആങ്കറിന് ഇട്ട് കൊടുക്കുക എന്നുള്ളതും കൂടി ഇതിനിടയിൽ കൂടി ചെയ്തു വെച്ച അത് കുറച്ച് സാധനങ്ങള്. എന്താണെങ്കിലും എനിക്ക് ഇഷ്ടമാണ് പേഴ്സണലി. എനിക്ക് സ്ക്രീനിൽ ഭയങ്കര ഇഷ്ടമാണ്, എനർജി ഇഷ്ടമാണ്, ആക്ടിങ് ഇഷ്ടമാണ്, ക്യാരക്ടേഴ്സ് ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്, അടിപൊളിയാണ്. ഇപ്പൊ സിനിമ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡെഫിനറ്റ്ലി കാണും. ഫാക്ടർ. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞ പരിപാടി യൂഷ്വൽ ആണ്. എല്ലാ സിനിമയ്ക്കും പ്രൊമോഷനും കാര്യങ്ങളും ഉണ്ടാവും. അതിന് ഓരോ ഡിഫറെന്റ് പാറ്റേൺ ആണ് എല്ലാവരും പിടിക്കാറ്. ഓക്കെ, ഇതെന്തോ കണ്ട സമയത്ത് നമുക്ക് ഒരു ഓവർ ഡ്രമാറ്റിക് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒന്നും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ അത് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയുടെ ഒരു ഓവർ ഡോസ് അടിക്കുന്ന നാട്ടുകാരിലേക്ക് എന്നുള്ളൊരു അല്ലേ. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, കമന്റ് ബോക്സിൽ ഈ ഡ്രസ്സിന്റെ എലമെന്റും മതം പറയുന്നിടത്ത് മാത്രം നമ്മൾ അതിനെ ഒപ്പോസ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഞാൻ കമന്റുകളെ എതിരാണ്. ഇതിൽ ഈ ഓവറാണ് ഇവരെന്ന് പറയുന്നവരോട് നമുക്ക് യോജിക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ. അല്ല, അവര് നമ്മള് കമന്റ്സ് നോക്കിയിട്ടൊന്നുമല്ല, നമുക്ക് അത് കണ്ടപ്പോ തോന്നി നമ്മുടെ പേഴ്സണലി ഞാൻ ട്രാവൽ ചെയ്തപ്പോ ഞാൻ കുറെ ഇവര് കൊടുത്ത കുറെ ഇന്റർവ്യൂ ഞാനും കുറച്ച് ഇന്റർവ്യൂ ഉണ്ട്. എനിക്ക് കാണാനും തോന്നുന്നുണ്ട് എല്ലാ ഇന്റർവ്യൂ. പക്ഷെ കാണുമ്പോ നമ്മൾ കാണുമ്പോ തന്നെ
മതിന്ന് തോന്നുന്നത് കാരണം ഒട്ടും ഒരു സുഖം അല്ല തോന്നുന്നില്ല. എനിക്ക് ഒരു റെസ്പെക്ട് കൊടുക്കാത്ത പോലെ എനിക്ക് തോന്നിയത്, ആരോടും റെസ്പെക്ട് കൊടുക്കാത്ത പോലെ. ആങ്കറിനോടാണെങ്കിലും ഒപ്പമുള്ള ആൾക്കാരോടാണെങ്കിലും ഞാനൊരു ഭയങ്കര ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഞാൻ എല്ലാവരും ഒന്ന് ഇതാക്കുന്നത്, ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു കോ ആർട്ടിസ്റ്റിനോട് മറ്റേ പ്രണയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അതും കൂടി വെക്കാം, വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി വെക്കാം. നിങ്ങൾക്കൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണല്ലോ പ്രപ്പോസൽസ്. അല്ല എനിക്ക് കിട്ടിയിട്ടില്ല. പറയാതെ ഞാൻ മാത്രം ഓണസ്റ്റ് ആയിട്ട് ഇന്ന് പറഞ്ഞു. That's all. കിട്ടിയിട്ടുണ്ട്. 7th 8th and all is very normal. നല്ല ചോദ്യം. അല്ല 8ാം ക്ലാസ് എങ്ങനെ കിട്ടി? ഞാൻ ദുബായിലായിരുന്നു, by the way. Just letting you know. കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പല്ലേ? ഇവർക്കൊന്നും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു, ഇത്ര ആലോചിക്കുവോ? അല്ല ഞാൻ ഇതിലേത് പറയണമെന്ന് ആലോചിക്കുന്നത് ഒരുപാട്. ഫസ്റ്റ് എന്നല്ലേടോ പറഞ്ഞത്, ഫസ്റ്റ് മാത്രം പറഞ്ഞാൽ മതി. ഓർമ്മയിൽ നിൽക്കുന്നതായാലും നീ ലിസ്റ്റ് ഒന്നും എടുക്കണ്ട. ഫസ്റ്റ് എന്ന് പറഞ്ഞ ഫസ്റ്റ്. അത് സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എനിക്കൊക്കെ ഓർമ്മ. ലെറ്റർ പാസ് ചെയ്യുന്ന എനിക്ക് ഫസ്റ്റ് പറഞ്ഞാൽ പോരെ. അതാ ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ളവരോട് ചോദ്യം ചോദിക്കുമ്പോൾ നസ്രിയ ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല, അവരവരുടേതായ ഉത്തരം പറയും. വേറൊരു കാര്യമുണ്ട്, നസ്രീനെ കുറിച്ച് പറയുമ്പോൾ നസ്രിയ എക്സ്ട്രാ ഒരു തള്ളലുണ്ട്, സെൽഫ് PR അടിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് ചോദിക്കുമ്പോ ഫണ്ണില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് ഇല്ല. അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ ഡീസന്റ് ആയിട്ട് ഫഹദ് പുഷ്പയിൽ അഭിനയിക്കുന്നുണ്ട്. ഫഹദ് പുഷ്പയിൽ ഫുള്ള് പുഷ്പയിൽ ഫഹദ് മാത്രമല്ല, അവിടെ ഫുള്ള് അതിന്റെ അപ്പുറമാണ്. അതില് ഒരു ചിരിയും കളിയില്ല, ഭയങ്കര മെച്ചോർഡായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്. ബാക്കിയുള്ളവരെ ചോദിക്കുമ്പോ പിന്നെ ഫുള്ള് അങ്ങനത്തെ ഡയലോഗും. അത് ഞാൻ ശ്രദ്ധിച്ചു. ഫഹദിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഭയങ്കര ഒതുങ്ങി. അത് പേഴ്സണൽ, അത് പ്രൊഫഷണൽ കാര്യങ്ങൾ പറയുമ്പോൾ സട്ടിൽ നല്ല അടിപൊളിയായിട്ട് ഉത്തരം പറയും. ബാക്കിയുള്ളവർ ചോദിക്കുമ്പോൾ അവരെന്തോ ഒന്നും ഇല്ലാത്ത പോലെയാണ് കാണിക്കല്. നല്ല ബോറായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അത്ര ഡൈജസ്റ്റ് ആയില്ല ഇന്റർവ്യൂസ് ഒന്നും, അല്ലേ? അതാണ് പണ്ടത്തെ ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, പണ്ട് നമുക്ക് തോന്നാ ഓ കുറച്ച് ജാടുള്ള ടീമാണ്, അധികം ഒന്നും സംസാരിക്കില്ല. അതല്ല പറയുന്ന കേക്ക്, പണ്ടത്തെ ഇന്റർവ്യൂ തോന്നും ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയാ. ഇപ്പൊ അടുത്ത തെലുങ്ക് സിനിമ അറിയില്ലേ നാനീന്റെ, അതിലാണെങ്കിലും ചോദിക്കുമ്പോൾ നല്ല ഒതുക്കത്തിലാണ് മറുപടി പറയുന്നത്. ഒരു ക്യൂട്ട്നെസ് അതിൽ നാനീന്റെ കോമ്പോ കാണിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും തമ്മിൽ. അതിലും നല്ല രസമായിട്ടാണ് ചെയ്യുന്നത്. സിനിമയിൽ അങ്ങനെ എല്ലാം നല്ല പറയണത്. അങ്ങനെ എനിക്കറിയില്ല. ഇനി എന്തായാലും സിനിമ തിയേറ്ററിലെത്തിയിട്ട് കാണാം. അപ്പൊ ഞങ്ങൾ കാണട്ടെ എന്തായാലും. ഇതെന്തായാലും കണ്ടിട്ട് സഹിക്കുന്നില്ല.